പണ്ട് ഡിഫൻസിലായിരുന്ന കാലത്ത് സഞ്ചാരം തന്നെയായിരുന്നു സഞ്ചാരം. പല നാടും ചുറ്റിയിട്ടുണ്ട്. ഒരു നാടും പക്ഷേ ഇത്രയ്ക്ക് മുത്തച്ഛന് ഇഷ്ടമായിട്ടില്ല. ഇവിടുത്തെ കാറ്റും വെള്ളവും അത് വേറെ എവിടെ കിട്ടും? മോളെന്താ ആലോചിക്കണേ? ഒന്നുമില്ല, വെറുതെ അപ്പൂപ്പനെ ഓർത്തുപോയി. അപ്പൂപ്പനും ഇങ്ങനെയായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് പുഴക്കരയിൽ വന്നിരിക്കും, എന്നെയും കൂട്ടി. നിറയെ പടിക്കെട്ടുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ. അവിടെ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടും. ഇനി ആ സ്ഥാനത്ത് ഈ മുത്തശ്ശനെ കണ്ടോളൂ. ഹലോ ഫ്രണ്ട്സ്. ഇവരെ എനിക്കിട്ട പേരാ 79 നോട്ട് ഔട്ട്. മുത്തശ്ശിക്കും ഉണ്ട് 74 നോട്ട് ഔട്ട്. അയ്യോ, എനിക്കറിയില്ല. അതെന്താ PC? പുതിയ ചേച്ചി. അത് കൊള്ളാം. ഭാമ കണ്ട വഴക്ക് പറയും, എന്നാലും ഒരു രസം. ഇടയ്ക്ക് ഞാനും കൂടാറുണ്ട് ഇവരോടൊപ്പം. പണ്ട് ഡൽഹിയിലും ജലന്ധറിലും ഒക്കെ ആയിരുന്നപ്പോ ബൗളിങ്ങിലായിരുന്നു കേമം. ഇപ്പോ വയ്യ, എന്നാലും ബാറ്റ് ചെയ്യാം. നോ ബോൾ, നോ ബോൾ. കറക്റ്റ് ആയിട്ട് ബൗൾ ചെയ്യ. നീ പറ. ഞാനില്ല. അയ്യോ, മുത്തച്ഛ, മുത്തച്ഛ പോലെ മുത്തച്ഛ. മുത്തച്ഛ പെണങ്ങല്ലേ? വേണ്ട. അല്ലല്ലോ, പോട്ടെ. നമുക്ക് ക്രിക്കറ്റ് വേണ്ട, വേറൊരു കളിയുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട്. ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറ്റും, പക്ഷെ മുത്തച്ഛൻ വേണം. ഇപ്പൊ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബാ മുത്തച്ഛ. ഞാനില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നല്ല മുത്തച്ഛനല്ലേ. വാ, നടക്ക്. ആ കയ്യൊന്ന് കാണിച്ചേ. കാണിക്കും മുത്തച്ഛ. ആ കൈ കാണിച്ചേ. ആ കണ്ണടച്ചേ. ഇനി കണ്ണു തുറന്നേ. ഇപ്പൊ ഞാൻ പറയട്ടെ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന്. പറയട്ടെ. ഇപ്പൊ ഞാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ കുട്ടി എന്തു പറയും? ഇതല്ലേ മുത്തച്ഛൻ വിചാരിച്ചത്, അല്ലേ? അതെ, അതല്ലേ മാജിക്. അത് മാത്രം പറ്റില്ല. ഇത് ഞാനല്ലേ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തേ. കൊള്ളാമല്ലോ ഉള്ള വിദ്യ. നമുക്ക് ഈ വിദ്യ ഒന്ന് കാണണ്ടേ മുത്തശ്ശി? അയ്യോ, ഞാൻ വെറുതെ മുത്തച്ഛനെയും കുട്ടികളെയും പറ്റിക്കാൻ. അതെങ്ങനെയാ? ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയല്ലേ ഈ കുട്ടി പറഞ്ഞേ. മുത്തശ്ശ, ഏതായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിൽ സദാസമയം ഈശ്വര വിചാരം മാത്രം മതി. പഴയ വല്ല കേസ് കെട്ടുകളുടെ കാര്യം ആലോചിച്ചാലേ വേണി അത് വിളിച്ചു പറയും, പിന്നെ മുത്തശ്ശി. മുത്തശ്ശിയുടെ മനസ്സിൽ എന്താ നോക്കിയാലോ നമുക്ക്. അയ്യോ, മുത്തശ്ശി വേണ്ട. മുത്തശ്ശി പാവല്ലേ? അങ്ങനെ പാവൊന്നുമല്ല, എനിക്കല്ലേ അറിയൂ ശരിക്കും. ഇവിടെ ഒന്ന് പരീക്ഷിച്ചാലോ നമുക്ക്? വേണ്ട വേണ്ട, ഞാനില്ലേ അമ്മാരി കളിക്കുന്നു. പേടി പേടി, മനസ്സിലുള്ള കള്ളത്തരങ്ങളൊക്കെ പുറത്തു ചാടുമെന്നുള്ള പേടി. ഓ, എനിക്കൊരു പേടിയില്ല. എന്നായിരിക്കും? ഞാനില്ല. ഇങ്ങോട്ട് വാടി. കൊരങ്ങനെ അട്ടാണി മേടിക്കണ പോലെ ഉണ്ട്. ആ, ഇവളുടെ ചെവിയിൽ വെക്കാൻ പറ്റിയത് ചെമ്പരത്തി പൂവാ. കണ്ണടച്ചേ. ഇപ്പൊ കണ്ണു തുറന്നേ. അയ്യോ, ഇത്രയും തുറക്കല്ലേ പ്രേതം പോലെ ഉണ്ട്. പറയട്ടെ ബാമേച്ചി എന്താ ചിന്തിക്കുന്നതെന്ന്? ഈ കുട്ടി എന്ത് പറഞ്ഞാലും ഞാനത് അല്ലാന്നേ പറയൂ, ഉറപ്പാ. അതല്ലേ ചിന്തിച്ചത്, അല്ലേ? അയ്യോ, ഇപ്പൊ ഇവള് ഇത് തന്നെയാ ചിന്തിച്ചത്. എടി പോത്തെ, ഇനി മുതൽ ആവശ്യമില്ലാത്തൊന്നും മനസ്സിൽ വെക്കണ്ട, ഒക്കെ ഞങ്ങൾ കണ്ടുപിടിക്കും. എന്റെ മനസ്സിലൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ മനസ്സിലൊക്കെ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാ? എനിക്ക് മഞ്ചാടിക്കുടി മാജിക് എന്ന് അറിയില്ലല്ലോ.
മഹേട്ടാ, മഹേട്ടൻ ഡിഷാനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ. ഇയാൾ അതിന്റെ പാർട്ടിയാ. അങ്ങാടി വെച്ച് എന്റെ കൈ വന്ന് ചാടി. നമ്മൾ വെക്കണേക്കും അങ്ങനെ വേറെ ആരോട് വെക്കണ്ട. അത് ഞാൻ കൈയോടി കൂടി കൊണ്ടുവന്ന. ചാർജ് വളരെ കുറവാ. എത്രയാവും? 10,000 രൂപ ഉള്ളൂ സാർ. ഓഹോ, 10,000 റുപ്യ ഉള്ളോ? അത്രേ ഉള്ളൂ. 10,000 റുപ്യ ഉണ്ടെങ്കിലേ ഞാനിവിടെ ഒരു ജോഡി കാളയെ മേടിച്ച് കിട്ടും. കാളയുടെ വാലി പിടിച്ച് തിരിച്ച സൺ ടിവി സ്റ്റാർ ടിവിയും കിട്ടോ? കാളയുടെ തിരിച്ചാ കിട്ടും. എന്താ നോക്കണേ? ഞാൻ ഈ ഡിഷാനിനെ എവിടെ വെക്കാമെന്ന് നോക്കുകയായിരുന്നു. ഡിഷാൻഡർ നമുക്ക് എവിടെയും വെക്കാം. നീ ഞങ്ങൾക്കിട്ട് വെക്കായിരുന്നാ മതി. ചാർജ് എത്രയാവും? ചാർജിന്റെ കാര്യത്തില് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. രണ്ടു കൂട്ടർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. വേണ്ട, സാർ തന്നെ എമൗണ്ട് പറഞ്ഞോളൂ. ഹിന്ദി സിനിമ ഉണ്ടാവോ? പഴയ പടങ്ങൾ. പിന്നെ ഹിന്ദി പടം, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, വള്ളംകളി, ക്രിക്കറ്റ് കളി, പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ മുട്ടച്ചിന് കാണാൻ പറ്റിയ ചില പടങ്ങൾ ഉണ്ടാവും. അതെ സാർ, അപ്പൂപ്പ വരെ സപ്പോർട്ടാണ്. ഇനി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടി വി വെക്കാനും ആന്റിനെ ഫിക്സ് ചെയ്യാനും വയർ വലിക്കാനും ഒക്കെയുള്ള പൊസിഷൻസ് എനിക്ക് നോക്കാമായിരുന്നു. താങ്ക് യു സാർ. ഹലോ ആന്റിന, ടി വി ഇവിടെ. ഓ, അവിടെയാണല്ലേ? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല ടി വി. ഇവനെന്ത് ടി വി ആണ പെണ്ണാണോ നോക്കാം? അയ്യോ, എന്ത്? അല്ല, ഈ കേബിള് അങ്ങോട്ട് എങ്ങനെ ഇടാമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട്. പെണ്ണുങ്ങളെ നോക്കുമ്പോ ഇത്തിരി മയത്തിൽ നോക്കനിയാ. ആന്റീന ഫിക്സ് ചെയ്യണ്ടേ? പിന്നെ ബാ. ഏ, സാറിന്റെ സിസ്റ്ററാ? ഏതാ മുടി നരച്ച തള്ളയാ? അയ്യോ, അതല്ല, അടുത്തിരിക്കണ കോഴി. കോഴി എന്റെ സിസ്റ്റർ ആണോന്നാ? അയ്യോ, കോഴിയല്ല, കോഴിക്ക് തീറ്റ കൊടുക്കണ. തീറ്റിട്ട് കൊടുക്കുന്ന നല്ല സുന്ദരി, അതെ. നല്ല ചിരി, നല്ല കണ്ണ്, മുടിയൊക്കെ പിന്നിട്ട് അവളെ നിനക്ക് ഇഷ്ടമായ? അയ്യോ സാർ, ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല. അവളെ നിനക്ക് കെട്ടിച്ചേരടാ. അയ്യോ. എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരടാ. അയ്യോ സാർ, ഞാൻ ആ ടൈപ്പ് അല്ല. അയ്യോ, പിന്നെ നീ ഏത് ടൈപ്പാടാ? അല്ല സാർ, ഞാൻ പെൺകുട്ടികളെ ഒരിക്കലും. അപ്പൊ നിനക്ക് പെൺകുട്ടിയിലേ ഇഷ്ടല്ലേ? ഏയ്. ലക്ഷ്മണ, മറ്റേ പിന്നെ മഹിട്ടാ നിന്നെ താങ്കളുടെ തിരക്കെടുത്തും ദേ കിടക്കുന്നതും കാശ്മലൻ. ദേ ഇവിടെ അടുത്തൊരു ഡിഷാനെ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടേ അവന് പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. ഞങ്ങളാ നടത്തി കൊടുത്തത്. അതുപോലെ നിനക്ക് നടത്തി തരാം. സ്ത്രീധനായിട്ട് എന്താ കൊടുത്തെന്ന് നിനക്കറിയാമോ? ഏയ്, നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ, അതും എന്റെ പെങ്ങളെ കെട്ടാൻ പോണോ ഇങ്ങനെ അടിക്കുക? ഇങ്ങനെ അടിക്കണ്ട. അതിനെ പറയണ്ട മഹിട്ടാ. അങ്ങനെ പോട്ടാ. ഐ അങ്ങോട്ട് പോകൂലാണ്. എന്താ? എന്തു പറ്റി? കണ്ണിലെന്തോ. അവിടെ